ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് 2 ബ്ലോക്സ് 4 ബ്ലോക്സ് സ്റ്റാമ്പുകളെ കുറിച്ചുള്ള സ്റ്റാമ്പുകളാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റാമ്പുകൾക്കൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ട് വരുന്ന ഒരുപാട് സ്റ്റാമ്പുകളൊക്കെ ഞാനിപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ബ്ലോക്ക് സ്റ്റാമ്പാണ്. എല്ലാം നല്ല രീതിയിൽ സ്ലീവൊക്കെ ഇട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തിരുവിതാംകൂറിൽ തന്നെ ഒരു അണ, അതായത് ഒരു ശ്രീ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മോചിത്രത്തോട് കൂടി വരുന്ന ഒരണ സ്റ്റാമ്പാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാമ്പ് തിരുവിതാംകൂറിലെ 7 ചക്രം സർവീസ് സ്റ്റാമ്പാണ്. അതുപോലെ തന്നെയാണ് അടുത്ത് നമുക്ക് ഇവിടെ നോക്കിക്കണ്ട് നമ്മുടെ ശ്രീ തിരുനാൾ മഹാരാജ അദ്ദേഹത്തിൻ്റെ ആ ഒരു മോചിത്രത്തോടു കൂടി പുറത്തിറങ്ങിയ 2 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാമ്പുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 2 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെയാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചക്രം 1 എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അപ്പോൾ ഒരു സ്റ്റാമ്പൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാൻ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പുകളാണ്. ഇത് 3/4 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. നമുക്ക് സ്റ്റാമ്പിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് 7 ചക്രം ഓവർ പ്രിൻ്റായിട്ട് 3 അണ സർവീസ് സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എനിക്ക് കൊച്ചിൻ അഞ്ചലിൻ്റെ കുറച്ച് സ്റ്റാമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരണ സ്റ്റാമ്പാണ്. അപ്പോൾ ഈ സ്റ്റാമ്പുകളിലൊക്കെ ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള രാജാക്കന്മാരുടെ മൂച്ചത്രത്തോടു കൂടി വരുന്ന സ്റ്റാമ്പുകളാണ്. ഇത് 2 പൈ എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് 6 കാശ് സ്റ്റാമ്പാണ്. അതിൻ്റെ ഓവർ പ്രിൻ്റായിട്ട് 8 കാശ് എന്ന് കൊടുത്തിട്ടുണ്ട്. 8 കാശ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ചാണ് ഓരോ ഓവർ പ്രിൻ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന കൊച്ചിൻ അഞ്ചലിൻ്റെ ഒരണ എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു സ്റ്റാമ്പുകളാണ്. അപ്പോൾ അത്യാവശ്യം 2-3 സ്റ്റാമ്പുകളൊക്കെ വെച്ച് വരുന്ന സ്റ്റാമ്പുകളാണ്. അതായത് 2 ബ്ലോക്ക് സ്റ്റാമ്പുകളാണ് എൻ്റെ കളക്ഷനിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് നമ്മുടെ 2 അണാസ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. 2 പൈസ എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. സർവീസ് സ്റ്റാമ്പാണ്. അപ്പോൾ 6 കാശ് വിലക്കുറവ് 2 പൈസ എന്നുള്ളത് കൂട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റാമ്പിൻ്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ചാണ് ഓവർ പ്രിൻ്റായിട്ട് നമുക്ക് ഇതുപോലുള്ള സീൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീൽസിലൊക്കെ ഡിഫറൻറ്റ് ടൈപ്പായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പുകൾക്കൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റാമ്പ് തിരുവിതാംകൂറിൽ തന്നെ സിംഗിൾ സ്റ്റാമ്പിന് അത്യാവശ്യം മാർക്കറ്റിൽ വിലക്കുറവാണ്. ഇതിപ്പോൾ 1 അണ എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. ഇത് 6 അണാസ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. സർവീസ് സ്റ്റാമ്പാണ്. അത് നമുക്ക് 14 ചക്രമായിരുന്നു. അതിന് ഓവർ പ്രിൻ്റഡ് ആയിട്ട് 6 അണാസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റാമ്പുകളൊക്കെ എൻ്റെ കളക്ഷനിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ പരിചയപ്പെട്ട കുറച്ച് 2 ബ്ലോക്സ് സ്റ്റാമ്പ്സാണ്. ഇനി നമുക്ക് 4 ബ്ലോക്സ് സ്റ്റാമ്പ്സ് ഒന്ന് പരിചയപ്പെടാം. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന സ്റ്റാമ്പാണ്. അപ്പോൾ ഇത് നമ്മുടെ 1.5 ചക്രം തിരുവിതാംകൂർ ശ്രീ തിരുനാൾ മഹാരാജ അദ്ദേഹത്തിൻ്റെ ആ ഒരു 1.5 ചക്രം മോചിത്രത്തോടുകൂടി പുറത്തിറക്കിയ 1.5 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അതുപോലെ തന്നെ വാല്യൂ കൂടിയ സ്റ്റാമ്പുകളാണ്. അപ്പോൾ ഇത് കൊച്ചിൻ അഞ്ചലിൻ്റെ സ്റ്റാമ്പുകളാണ്. നമുക്കിവിടെ നേരത്തെ നമ്മൾ 2 ബ്ലോക്ക് സ്റ്റാമ്പ്സ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് 4 ബ്ലോക്ക് സ്റ്റാമ്പ്സാണ്. മാർക്കറ്റിൽ അത്യാവശ്യം ഇതുപോലുള്ള ബ്ലോക്ക് സ്റ്റാമ്പുകൾക്കൊക്കെ വാല്യൂ കൂടുതലായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരുപാട് ടൈപ്പിലുള്ള സ്റ്റാമ്പുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നിങ്ങൾ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്ത് ഇതുപോലുള്ള സ്ലീവും കാര്യങ്ങളും നോക്കി ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാമ്പുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഞാനിപ്പോൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത് മറ്റുള്ളവർക്കും നല്ലൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ ഇതുപോലത്തെ സ്റ്റാമ്പുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.